പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനടക്കം 3 ഭീകരരെ സൈന്യം വധിച്ചു. ജമ്മുകശ്മീരിലെ ലീഡ്വാസിൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിലാണ് ലഷ്കർ-ഇ-ത്വയ്ബ ഭീകരർ കൊല്ലപ്പെട്ടത്. ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ട ഓപ്പറേഷനിൽ സൈന്യം വധിച്ച സുലൈമാൻ ഷാ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരനാണ്. പഹൽഗാം ഭീകരാക്രമണം നടന്ന 97-ാം ദിവസമാണ് ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ട സൈനിക ഓപ്പറേഷനിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനടക്കം 3 ഭീകരരെ സൈന്യം വധിച്ചത്. ശ്രീനഗറിന് സമീപം ലിഡ്വാസ് വനമേഖലയിൽ സൈന്യവും ജമ്മുകശ്മീർ പോലീസും സംയുക്തമായി ഭീകരർക്ക് വേണ്ടി നടത്തിയ തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. സുലൈമാൻ ഷാ, അബു ഹംസ, യാസിർ എന്നീ ലഷ്കർ-ഇ-ത്വയ്ബ ഭീകരരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ സുലൈമാൻ ഷാ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനാണ്. അബു ഹംസ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും സൈന്യം അറിയിച്ചു. ഭീകരരിൽ നിന്ന് AK-47 തോക്കുകളും 17 റൈഫിൾ ഗ്രനേഡുകളും കണ്ടെടുത്തു. സുലൈമാൻ ഷാ പാകിസ്ഥാൻ സൈന്യത്തിന്റെ സ്പെഷ്യൽ കമാൻഡോ ആയിരുന്നു. അതിനുശേഷമാണ് ലഷ്കർ-ഇ-ത്വയ്ബയിലെത്തിയത്. പഹൽഗാം ആക്രമണത്തിനു ശേഷം സുലൈമാനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് ജമ്മുകശ്മീർ പോലീസ് 20 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. വനത്തിൽ കണ്ടെത്തിയ ഭീകര സങ്കേതത്തിൽ നിന്ന് വസ്ത്രങ്ങൾ, ഭക്ഷണം, ബാഗുകൾ എന്നിവയും കണ്ടെത്തി. കൂടുതൽ ഭീകരർ പ്രദേശത്തുണ്ടെന്ന വിവരത്തെ തുടർന്ന് സൈന്യം തിരച്ചിൽ തുടരുകയാണ്. ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാസേന ഹർവാനിലെ മുൾനാർ പ്രദേശത്ത് തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു. പ്രദേശത്ത് കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ന് പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നതിനിടയിലാണ് സൈന്യം ഭീകരരെ വധിച്ചത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.